20s ഞാനൊന്നും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ജോലിയൊന്നും സെറ്റായിട്ടില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആദ്യ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. 20s എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമല്ല. നമ്മളെല്ലാം ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു സമയം. ഈ മുന്നോട്ടുള്ള 30സിനും പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ 20s എന്ന് പറയുന്നത്. സോ ആ സമയത്ത് നിങ്ങളെല്ലാം ഫിഗർ ഔട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ കുറച്ചൊക്കെ ലോസ്റ്റായി പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്കാട്രിസ്റ്റ് ആണ്. നമുക്കിന്ന് 20സിനെ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം 30സിന് വേണ്ടി എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. എങ്ങനെയാണ് നമ്മുടെ ഇമോഷണൽ പാറ്റേൺസ് ഫോം ചെയ്യുന്നത് 20സിൽ? നമുക്ക് എന്തെങ്കിലും ഒരു റിജക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഫ്യൂച്ചറിലും നമ്മൾ അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാനും നമ്മുടെ ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്ങിൻ്റെ ഒപ്പം നമ്മൾ ഇരിക്കാനും ഒക്കെ പഠിക്കുന്നത് 20സിലാണ്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ലവ് റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ഇന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂസിൽ പോയപ്പോൾ റിജക്റ്റഡ് ആയിട്ടുണ്ടാകാം, തോൽവികൾ സംഭവിച്ചിട്ടുണ്ടാകാം, എക്സാംസ് നമ്മൾ വിചാരിച്ച രീതിയിൽ സക്സീഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. ഈ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവും അല്ലേ? നമ്മൾ തോറ്റുപോയോ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മൾ തന്നെ സെൽഫ് വർത്തിനെയൊക്കെ. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി പഠിക്കുന്നത്, അതെല്ലാം നമ്മളുടെ ഫ്യൂച്ചറിലുള്ള നമ്മുടെ എല്ലാ തകർച്ചകളെയും നമ്മുടെ എല്ലാ അൺകംഫർട്ടബിൾ ഫീലിങ്സിനെയും ഡീൽ ചെയ്യുന്ന രീതിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ അത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് എടുക്കാൻ പറ്റണം. അത് 20സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. നമ്മൾ കോളേജിൽ നിന്ന് ജോലിയിലോട്ട് കയറുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സിൽ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ ക്വാണ്ടിറ്റി ആയിരിക്കില്ല, ക്വാളിറ്റി ആയിരിക്കും മാറ്റർ ചെയ്യുന്നത്. അതിൽ അന്നുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കണം എന്നില്ല. ഇന്ന് അവർ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അന്ന് ആ ഒരു പ്രോക്സിമിറ്റി കാരണം നമുക്കുണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ നഷ്ടപ്പെട്ടും പോകാം. നമ്മളുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാം, നമ്മളുടെ പ്രിഫറൻസസ് മാറാം. സോ ഇതെല്ലാം നമ്മൾ നോക്കി നമ്മൾ ക്വാളിറ്റിയിലോട്ട് വരുന്ന, നമ്മൾക്ക് ശരിക്കും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആ ഫ്രണ്ട്ഷിപ്സിനെയും റിലേഷൻഷിപ്സിനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡാണ് 20s. നമുക്ക് നോക്കിയാൽ അറിയാം, ആ ഒരു 20സിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ ഓൾഡർ ആയിട്ടുള്ളപ്പോഴും നമ്മുടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാൾ. കുറേ നാൾ കഴിയുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കൂട്ടം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഗ്രാബ് ചെയ്തെടുക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കും. കാര്യം അങ്ങനെയുള്ള ആളുകളായിട്ടായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ബാക്കി കാര്യങ്ങളിലും കൂടുതലും മിങ്കിൾ ചെയ്യുന്നത്. അത് നിങ്ങൾ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കരിയർ എന്ന് പറയുന്നത്. നമ്മൾ പഠിത്തം കഴിഞ്ഞു, അത് കഴിഞ്ഞൊരു ജോലിയിലോട്ട് കയറുവാണ്. സോ അത് കയറുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും, ഞാൻ ഇതിനല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ളത്, എനിക്കിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് കുറേ പേര് 9 to 5 ജോബ്സ് ക്വിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി വിട്ട് വേറെ വേറെ സ്ഥലങ്ങളിൽ പോകുന്നത്. സോ നമുക്ക് പറ്റിയ ഒരു എൻവയൺമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് പറ്റിയ രീതികൾ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റും, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളെ ഡ്രീം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരു ടൈമാണ് നിങ്ങളുടെ 20s. കാര്യം നമുക്ക് ആ സമയത്ത് നടുവേദനയോ കണ്ണുവേദനയോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ ഒരു 40സിലായിരിക്കും നമുക്കത് വരുന്നത്. സോ അതൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ 20s ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഏറ്റവും നന്നായിട്ടുള്ളത് എന്തിനാണെന്ന്. പെട്ടെന്ന് ജോലി വിട്ട് വേറെ അതിലോട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സമയം 20s ആണ്. കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കുറവായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, റിസ്ക് എടുക്കണോ, അതിനൊക്കെ പറ്റിയ ഒരു ടൈമാണ് നിങ്ങളുടെ 20s. ആ സമയത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കാതെ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ 20സിൽ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കാശൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഇൻകമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് അത് ചിലവാക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നതിൽ എത്ര ശതമാനം നിങ്ങൾ ചിലവാക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ദൂർത്തടിച്ച് കളയുന്നുണ്ടോ, എല്ലാ ആഴ്ചയും പാർട്ടിയിലാണോ കളയുന്നത്, ആ പാർട്ടി ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് മണിയെക്കുറിച്ചൊരു തോട്ട് ഉണ്ടോ ഇല്ലയോ, പേ ചെക്ക് ടു പേ ചെക്ക് ആണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 20,000 രൂപയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു 15,000 രൂപയാണ് കിട്ടുന്നത്, ആൻഡ് മാസം തീരാറാകുമ്പോഴേക്കും നിങ്ങൾ കടം വാങ്ങിച്ചാണോ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സെറ്റാക്കി
ബാക്കി നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഡിസിപ്ലിൻ പഠിക്കാൻ പറ്റിയ ഒരു ടൈമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നീട് ലക്ഷങ്ങളാണ് നിങ്ങളുടെ സാലറി എങ്കിലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകും, അത് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാശ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പേ ചെക്ക് ടു പേ ചെക്ക് ജീവിച്ചുകൊണ്ടിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഹാബിറ്റ്സിൽ ഡിസിപ്ലിൻ നന്നായിട്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാശ് കിട്ടിയാലും നമ്മൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കും, നമ്മൾ കടം വാങ്ങി ഓടിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെ പഠിക്കാൻ പറ്റിയൊരു സമയം 20s തന്നെയാണ്. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ആ സമയത്താണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ പീപ്പിൾ പ്ലീസറാണ്, അല്ലെങ്കിൽ ഓവർ അച്ചീവറാണ്, അല്ലെങ്കിൽ നമുക്ക് നോ പറയാൻ പറ്റുന്നില്ല. നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ്, നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തോ പ്രശ്നം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്നു, പെട്ടെന്ന് നമ്മളൊന്ന് സെറ്റിൽ ആകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടേതായ കുറേ ഇമോഷണൽ പ്രോബ്ലംസ്, ബാഗേജ്, നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമ കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങാനും പറ്റിയൊരു സ്ഥലം ആ 20s ആണ്. അപ്പോഴാണ് നമുക്ക് നമ്മളിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക, നമ്മുടെ ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ബെറ്റർ ആക്കാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ബെറ്റർ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും നമ്മളോടുള്ള ആത്മവിശ്വാസം കൂട്ടാനും കുറേ ഇമോഷണൽ ബാഗേജുമായിട്ട് മുന്നോട്ടും പോകാതിരിക്കാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ 20s എന്ന് പറയുന്ന സമയം നമ്മൾ കുറേ ആൾക്കാരുടെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതായത് നമ്മുടെ പേരൻസ് നമ്മൾ പഠിപ്പിച്ച രീതി, ടീച്ചേഴ്സ് പഠിപ്പിച്ച രീതി, ഫ്രണ്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഒരേ പാറ്റേണിലായിരിക്കും വന്നത്. അവരെങ്ങനെയെങ്കിലും നമ്മളൊന്ന് സെറ്റിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടോ നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റിയോ ഡെവലപ്പ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ 20s നമ്മൾ ഓരോന്നും മനസ്സിലാക്കി വരുന്നത്. അപ്പോഴാണ് നമുക്ക് എന്താ വേണ്ടത്, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ, ഞാൻ ആരാണ്, അങ്ങനെ നമ്മളെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമ്മളുടെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ മാറും, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക, എംബ്രേസ് ചെയ്യുക, ആൻഡ് നമ്മളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും നമ്മളുടേതായ ഒരു ഐഡിയ സെറ്റാക്കി വരിക. അതായത് ബാക്കിയുള്ളവരുടെ ആ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് ജീവിക്കേണ്ടി വരാതെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാനും നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയെടുക്കാനും പറ്റുന്നൊരു സമയമാണ്. അതായിരിക്കും ഫ്യൂച്ചറിൽ നിങ്ങളെ നയിക്കുക, നിങ്ങളുടെ ആ ഒരു ബേസ് ഐഡിയാസായിട്ട് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. ഈ സമയത്താണല്ലോ നിങ്ങൾ കാശൊക്കെ ആദ്യമായിട്ട് സമ്പാദിക്കുന്നത്. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ധൈര്യം കൂടും, നിങ്ങളൊരു ഓതൻറ്റിസിറ്റി കൂടും, നിങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടാവും. ഇതൊക്കെ നമ്മളുടെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാൻ നോക്കുക. ആ സമയത്ത് കുറേ ബാഡ് ഹാബിറ്റ്സിലോട്ടൊക്കെ പോവാതെ, ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാതെ ബാഡ് ഇൻഫ്ലുവൻസസിലോട്ട് പോകാതെ വളരെ കെയർഫുള്ളായിട്ട് വളരെ വൈസായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ മെൻറ്റേഴ്സ്, റോൾ മോഡൽസ് അവരോടൊക്കെ ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക. നിങ്ങളുടെ പാതയിൽ നടന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ ബാഗേജ് കാര്യങ്ങളാണെങ്കിൽ തെറപ്പിയൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ആൻഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് അറിയാവുന്നവരോട് ചോദിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പഠിക്കാനും. നിങ്ങളെല്ലാം ആയി എന്നുള്ള ഒരു തോട്ടല്ല, നിങ്ങൾക്ക് പഠിച്ച് ബെറ്റർ ആകാൻ പറ്റിയൊരു സമയമാണ്. മിസ്റ്റേക്സ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. ഇതൊരു ഓട്ടമത്സരമല്ല, 20s ആണ്. നിങ്ങൾ കുട്ടികളായിരുന്നവർ വളർന്നു വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കൺഫ്യൂസ് ആണെന്ന് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. ആ സമയത്ത് നിങ്ങൾ ഒരു എൻഡ് പോയിന്റിൽ എത്തണം എന്നല്ല, ഒരു ഓടുന്നത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മിസ്റ്റേക്സ് പറ്റുന്നുണ്ടോ? ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. അതിന് നിങ്ങളോട് തന്നെ നിങ്ങൾ ക്ഷമിക്കുക. ഗിവ് യുവർ സെൽഫ് എ ഗ്രേസ്. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ ട്രയൽ ചെയ്ത് മിസ്റ്റേക്സ് വരുത്തി ശരിയാക്കിയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. എല്ലാവരും അടിപൊളിയായിട്ടല്ല വളർന്നു വരുന്നത്. നമ്മളെല്ലാവരും ഒരേ അച്ചിൽ വാർത്തെടുത്തവരല്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും പല രീതികളുണ്ടാകും. നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കാൻ ഈ 20s നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാവി വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ ഭാവി തന്നെ നിങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കേട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രിഗർ ആയെന്നുണ്ടെങ്കിൽ, നല്ല ട്രിഗേഴ്സും ചീത്തതും ആയിക്കോട്ടെ, അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് സമാധാനം തോന്നിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്താണ്, അത് കമൻ്റായിട്ട് ചെയ്യുക. ഐ വുഡ് ലൈക്ക് ടു ഹിയർ യുവർ സ്റ്റോറി. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. If you like this, click the like button, share and subscribe to my channel. Thank you.